MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കുറവലങ്ങാട് കുരിനാട് മേഖലയിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ ഒഴിവാക്കുവാൻ അന്തിമ നിർദ്ദേശം നൽകി. 14 ദിവസത്തിനകം കെട്ടിടങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞ് വികസനത്തോട് സഹകരിക്കണമെന്നാണ് KSTP അധികൃതർ വ്യാപാരികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വർഷങ്ങളായി വ്യാപാരം നടത്തിവരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ലഭിച്ച നിർദ്ദേശം നേരിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ പലതവണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സഹകരിക്കാത്തവർക്കാണ് അടിയന്തരമായ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. വ്യാപാരികൾ വികസന പരിപാടികളോട് സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ജോലിയില്ലാതാകുന്നത് മൂലം ഇവരെ പുനരധിവസിപ്പിക്കാൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന ആക്ഷേപവും ബാക്കി നിൽക്കുകയാണ്. ചെങ്ങന്നൂർ മുതൽ മൂവാറ്റുപുഴ വരെ നീളുന്ന പ്രദേശമാണ് ഇപ്പോൾ വികസിപ്പിക്കുന്നത്. ചെങ്ങന്നൂർ മുതൽ ഏറ്റുമാനൂർ വരെയും ഏറ്റുമാനൂർ മുതൽ മൂവാറ്റുപുഴ വരെയും 2 റീച്ചുകളായാണ് വികസന പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി വില്ലേജിൽ 30, വാഴപ്പള്ളി ഈസ്റ്റിൽ 34, വാഴപ്പള്ളി വെസ്റ്റിൽ 31, കുറിച്ചിയിൽ 5, നാട്ടകത്തേഴ്, കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ 20, പെരുമ്പായിക്കാട് 3, അതിരമ്പുഴയിൽ 83, ഏറ്റുമാനൂരിൽ 23, കാണക്കാരിൽ 3, കുറവലങ്ങാട്ട് 21, മോനിപ്പള്ളിയിൽ 29, വെളിയന്നൂരിൽ 8 എന്നീ ക്രമത്തിലാണ് റോഡ് വികസനത്തിനായി ഇനിയും സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ളത്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നേരിട്ട് ഏറ്റുവാങ്ങൽ പരിപാടിയിലൂടെയാണ് സ്ഥലം ലഭ്യമാക്കിയിരിക്കുന്നത്. ചിലയിടങ്ങളിൽ മാത്രമാണ് അക്വിസിഷൻ നടത്തിയിട്ടുള്ളത്. കുറവലങ്ങാട് ടൗണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പല വ്യാപാര സ്ഥാപനങ്ങളും ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ടൗണിന്റെ മുഖച്ഛായ തന്നെ പൂർണ്ണമായും മാറ്റപ്പെടുമെന്നുള്ള സാഹചര്യമാണുള്ളത്. കെട്ടിട ഉടമകൾക്കും കെട്ടിടങ്ങളിൽ വ്യാപാരം നടത്തുന്ന ആളുകൾക്കും പലകുറിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് KSTP അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നതെന്നും മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും വ്യാപാരികളിൽ ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കാലതാമസം കൂടാതെ MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കുറവലങ്ങാട്, കുരിനാട്, മോനപ്പള്ളി പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിൽ വികസനം കടന്നെത്തുമെന്നുള്ള കാര്യത്തിൽ ഇനി ആരെയും സംശയിക്കേണ്ട. ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ നടപ്പിലാകുമെന്ന് വ്യക്തമാണ്. മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിവരം അറിയിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങൾ അടുത്ത് വന്നു. അത് നോട്ടീസ് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സമാനം പറയാൻ പറഞ്ഞ് ഞങ്ങളെ ചങ്ങനാശ്ശേരി വിളിപ്പിച്ചു. കടക്കാരെല്ലാവരും ചങ്ങനാശ്ശേരി പോയി. അവിടെ ചെന്ന് നിങ്ങളുടെ ആവലാതികളും പരാതികളും എഴുതി തരിക, അതിന് മറുപടി നിങ്ങൾക്ക് തരുന്നതാണെന്നും പറഞ്ഞ് ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങളെല്ലാം എഴുതി ഒപ്പിട്ട് പേപ്പർ അപേക്ഷ അതുപോലെ കൊടുത്തു. അതിന് മറുപടി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതേസമയം അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നത് സ്ഥല ഉടമസ്ഥൻ, കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ സർക്കാരിലേക്ക് എഴുതി കൊടുത്തു. അതുകൊണ്ട് ഞങ്ങളുമായിട്ട് സർക്കാരിന് ബാധ്യതയില്ല, അവരുമായിട്ട് ബാധ്യത പറഞ്ഞു കേട്ടു. അല്ലാതെ ഞങ്ങൾക്ക് എവിടെ നിന്നും ഒരു നോട്ടീസും അറിയിപ്പോ കിട്ടില്ല. ഓക്കെ. അപ്പോൾ 9-ാം തീയതി 4 മണിയായപ്പം 2 ഉദ്യോഗസ്ഥന്മാർ വന്നേച്ചും പറഞ്ഞു, നിങ്ങൾ 14 ദിവസത്തേക്കകം ഈ ഫ്രണ്ടിലത്തെ സ്ഥലം പൊളിച്ച് മാറ്റി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തോളെ അവർ വന്ന് പറഞ്ഞേച്ചും പോയി. KSTPയുടെ റോഡ് വികസനത്തിനാവശ്യമായി സ്ഥലമെടുക്കുന്നതിന് വേണ്ടി ഈ കടകൾ പൊളിച്ചു മാറ്റുന്നതിന് ഞങ്ങൾ നോട്ടീസ് കിട്ടുകയും അത് ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ പൊളിച്ചു നീക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്.